പിറന്നാൾ മധുരം ദഹിക്കുന്നതിന് മുമ്പേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ സർജിക്കൽ സ്ട്രൈക്കുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ട് മോഷണത്തിന്റെ കഥകൾ വീണ്ടും വീണ്ടും രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇത് ഹൈഡ്രജൻ ബോംബല്ല, ഇതൊരു ചെറിയ പൊട്ടാസ് മാത്രമാണെന്നാണ് രാഹുൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ രജൌരി മണ്ഡലത്തിലും കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലും നടന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അലന്ത് മണ്ഡലത്തിൽ BJP വ്യാപകമായി ക്രമക്കേട് നടത്തിയത്. 6018 കോൺഗ്രസ് അനുകൂല വോട്ടുകൾ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വം നൽകി. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയും അതിഗുരുതരമായ വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. പ്രധാനമന്ത്രിക്ക് ഇന്നലെ പിറന്നാൾ ദിനമായിരുന്നു. ആ പിറന്നാൾ ആശംസകളെല്ലാം ലഭിച്ച, പിറന്നാൾ മധുരം കഴിച്ച, സ്വസ്ഥമായി ഉറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെഞ്ചകം തറക്കുന്ന വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. 6018 കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വെട്ടിമാറ്റി BJPക്ക് ജയിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ഇനി തീരുമാനിക്കണം. കോൺഗ്രസിന്റെ വോട്ടുകൾ വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ പരാതിക്കാരെ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഹാജരാക്കി. അവിടെയും തീർന്നില്ല, പോരാട്ടം തെരുവീതികളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹൈഡ്രജൻ ബോംബല്ല, ഇതൊരു പൊട്ടാസ് മാത്രമാണ്. ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂ. അണിയറയിൽ അതിന്റെ എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ള തത്രപ്പാടിലാണ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി ഉറക്കമില്ല നാളുകളാണ്. അദ്ദേഹത്തിന് ഇനി ഉറക്കം ലഭിക്കില്ല. കാരണം ഇങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഏതൊക്കെ തരത്തിൽ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഏതൊക്കെ തരത്തിൽ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഈ പോരാട്ടത്തിൽ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. സംഘികളല്ലാത്ത തലച്ചോറ് നാഗപ്പൂരിലെ RSS ആസ്ഥാനത്ത് പണയം വെക്കാത്ത മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. മറ്റാർക്കും കഴിയാത്ത, രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ഇന്ദിരാ പ്രിയദർശിയുടെ കൊച്ചുമകന്, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രന് മാത്രമേ ആ പോരാട്ടം നയിക്കാൻ കഴിയൂ. ആ പോരാട്ടത്തിൽ രാഹുൽ തനിച്ചല്ല. ചർക്കാങ്കിത ത്രിവർണ പതാക കയ്യിലെടുത്ത് രാജ്യത്തിന്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കാൻ പോവുകയാണ്. ബീഹാറിൽ നരേന്ദ്രമോദി അതിന്റെ ടെസ്റ്റ് ഡോസ് കണ്ടു കഴിഞ്ഞു. വോട്ടധികാർ യാത്ര ഒരു വലിയ കാഹളം മുഴക്കിയാണ് ബീഹാറിൽ സമാപനം കുറിച്ചത്. തീർന്നിട്ടില്ല. ബീഹാറിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ രാജ്യത്തെ ഗ്രാമനഗരങ്ങളിൽ ആളിക്കത്താൻ പോവുകയാണ്. നരേന്ദ്രമോദി മറുപടി പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം. രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തിന് അപമാനമായി മാറുകയാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും RSSഉം ഈ രാജ്യത്തിന് അപമാനമായി മാറുകയാണ്. ഈ രാജ്യത്തെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട സംഘപരിവാർ ഈ രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറയണം. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. രാഹുൽ ഉയർത്തിയ ചോദ്യം ഈ രാജ്യത്തെ വീണ്ടെടുക്കാനാണ്. രാഹുൽ ഉയർത്തിയ ചോദ്യം ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ്. രാഹുൽ ഉയർത്തിയ ചോദ്യം ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ്. ആ പോരാട്ടത്തിനകത്ത് മുഴുവൻ ആളുകളും അണിചേരുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ഭാരത് ജോഡോ യാത്ര നയിച്ച വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധി മറ്റൊരു പോരാട്ടവുമായി തെരുവിലിറങ്ങുമ്പോൾ ജനാധിപത്യത്തിൽ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ചർക്കാങ്കിത ത്രിവർണ പതാക കയ്യിലെടുത്ത രാഹുൽ നടത്തുന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അണിനിരക്കുമെന്ന കാര്യം ഉറപ്പാണ്.